ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പയർ ചെടി എങ്ങനെയാണ് വീട്ടിൽ നല്ല രീതിക്ക് വിളവ് കിട്ടുന്നത് പോലെ നമുക്ക് ചെയ്യാൻ നമ്മൾ വിത്ത് മുതൽ നമ്മൾ ചെടി നല്ലോണം വിളവ് കിട്ടുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പിന്നെ മഴക്കാലം ആയില്ലേ, മഴക്കാല രോഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ചെടികളെ സംരക്ഷിക്കേണ്ടത് എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഗ്രോ ബാഗിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ടെറസിലോ അല്ലെങ്കിൽ നമുക്ക് നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിൽ മണ്ണിൽ ഇട്ടിരിക്കുന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടവർ നമുക്ക് ചാനലിൽ കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മണ്ണിൽ മിക്സ് ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഡോളോമേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഗ്രോ ബാഗിലെല്ലാം മണ്ണ് നിറച്ചെടുത്തത്. പിന്നെ ഏകദേശം ഒരു 1.5 മാസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് വള്ളി പിടിച്ച് കയറാനും അതേപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇടാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിത് ഏകദേശം ഞാൻ മെയ് മാസത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ജൂൺ ആകുമ്പോഴേക്കും ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സുഡോമോണസ് ഉണ്ട് വെച്ചാൽ നമുക്കത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇല്ല വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെയാണ് വെച്ച് നമുക്ക് കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ അല്പം ലിക്വിഡ്, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും പിന്നെ സോഡാപ്പൊടിയും അല്പം സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇതന്നെ മതിയാവും. പക്ഷെ നമ്മളിത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതിൽ അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണ് വെച്ചാൽ നമുക്കത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെടികളുടെ ഗ്രോത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള പയറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഒന്ന് പോയി കാണാം. അപ്പോൾ എല്ലാം ഞാൻ കാണിക്കണമെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് മുട്ടയുടെ തോടിൽ അത് പൊടിച്ചിട്ട് നമ്മളത് വെള്ളത്തിൽ 2 സ്പൂൺ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ സുറുക്കിയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത് ഏകദേശം 2-3 ദിവസം വെച്ചതിന് ശേഷം ഇതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം കാൽസ്യം നമുക്ക് ചെടികൾക്ക്, പ്രത്യേകിച്ച് പയർ ചെടിക്കൊക്കെ നല്ല ആരോഗ്യത്തിലുള്ള നല്ല പയറൊക്കെ നമുക്ക് കിട്ടണം വെച്ച് നമുക്ക് ഈ കാൽസ്യം നല്ലോണം ആവശ്യമുള്ളത് ഒന്നാണ്. അപ്പോൾ അതുപോലെ ഞാൻ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചാരം ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നാണ്. ചാരം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ചെടികൾക്ക് കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ ചെറിയൊരു അളവിനെങ്കിലും നമുക്ക് ചെടികൾക്ക് കിട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഇത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിലുണ്ടാവുന്ന അതുപോലെ പല രോഗങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഈ കമ്പിളിപ്പുഴുവിൻ്റെ ശല്യം, അതേപോലെ നമുക്ക് അട്ട, ഒച്ച് അങ്ങനെ ഒന്നും നമ്മുടെ ചെടികളിൽ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ ചാരം. അപ്പോൾ നമുക്ക് ചെടികൾക്ക് മാത്രമല്ല നമുക്ക് മുറ്റത്തൊക്കെ ഇതുപോലെ നമ്മളൊന്ന് വെതറി കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഈ കമ്പിളിപ്പുഴു അതുപോലെ തന്നെ അട്ടയുടെയൊക്കെ ശല്യങ്ങളുള്ള ഭാഗത്ത് ചാരം ഇട്ട് കൊടുക്കുകയാണ് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ശല്യം ഇല്ലാതിരിക്കും കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കുഞ്ഞു ചെടികളാണെങ്കിലും അതിൻ്റെ മുകളിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുകയാണ് വെച്ചാൽ വേറെ രോഗങ്ങളൊന്നും വരാതെ നമ്മളൊന്ന് സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റിന് നമ്മൾ പ്ലാസ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കാത്ത ചാരം തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞതും നല്ലോണം ആരോഗ്യത്തിലൂടെയുള്ള നല്ല പയറൊന്നും കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ 4-5 ദിവസം ആകുമ്പോൾ നമുക്ക് ഇതേപോലെ പയർ കിട്ടാൻ, അപ്പോൾ നമുക്ക് ഒരു വീട്ടിലൊക്കെ നമുക്ക് ഇതൊക്കെ ധാരാളമായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും പയറുപ്പേരി വെക്കാനുള്ളത് കിട്ടാറുണ്ട്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഈ ജൂൺ മാസത്തിലാണെങ്കിലും നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മെയ്യിൽ തുടങ്ങണം എന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജൂണിലാണെങ്കിലും തുടങ്ങിയാൽ മതി. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ മഴക്കാലം ആകുമ്പോൾ നമുക്ക് വെയിൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ ആരോഗ്യത്തോടെ വരുന്നതും അതേപോലെ തന്നെ
പല രോഗങ്ങൾ വരാനും വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്കിതുപോലെ നല്ല വീട്ടിൽ തന്നെ നല്ല ആരോഗ്യത്തോടെയുള്ള പയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് പണിയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മളെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പയറും അതുപോലെ ഒരുപാട് പച്ചക്കറികളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റി വെച്ചതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് സംരക്ഷിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിടയ്ക്ക് നമ്മളെ ആഴ്ചയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് രോഗങ്ങളൊന്നും വരാതെ നമ്മൾ സംരക്ഷിക്കുകയെന്ന് വെച്ചാൽ നല്ല ആരോഗ്യത്തോടെയുള്ള പയറാണെങ്കിലും എന്ത് പച്ചക്കറി ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫ്രണ്ട്സിന് ഫാമിലീസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കിട്ടണം വെച്ചാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് കയറി നോക്കുക. പിന്നെ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്ട് നമുക്ക് കുറ്റിപ്പയറാണ് വെച്ച് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ വെക്കുകയാണ് വെച്ചാൽ നല്ല വിളവെടുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വേണം നമ്മളിത് വെക്കാൻ. എന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് മുട്ടത്തോട് പൊടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ലിക്വിഡ് ബേസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാൽസ്യം നമുക്ക് ചെടികൾക്കൊക്കെ കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ഇട്ട് കൊടുക്കുക, നന്നായി പൊടിച്ചിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നതും ഓക്കെയാണ്. അത് നമ്മൾ ലിക്വിഡാക്കി ഒഴിച്ചു കൊടുക്കുന്നതും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ നല്ലോണം പയർ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ, അസ്സലാമു അലൈക്കും.